നമ്മളിപ്പോ എന്താ പരിപാടി എന്നറിയാം, പറവകൾക്ക് വെള്ളം കുടിപ്പിക്കുന്ന അല്ലെ. പൊതുവെ ഉമ്മാരിപ്പാരും വെള്ളം കുടിപ്പിക്കുന്നത് നമുക്കറിയാം. അതിന് പുറമെ വേനൽക്കാലത്ത് നമ്മൾ പറവകൾക്ക് വെള്ളം കൊടുക്കണം. പറവകൾ നമ്മളെ പോലെ സഹജീവികള് എന്താണ് ദാഹിച്ചു വലയുന്നില്ലേ ഇല്ലേ? നമുക്ക് തന്നെ ഇത്രയും ചൂട് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കാം അല്ലെ. നിലപാടോ നിങ്ങളെന്ത് നായിട്ട് കാലം പോലെ മാറിക്കുന്ന തലച്ചോറിന്റെ 60% വർക്കിങ് പച്ചവെള്ളം കൊണ്ടാണ്, ശുദ്ധമായ പച്ചവെള്ളം കൊണ്ടാണ് 60% വർക്കിങ്. നോർമൽ നമുക്ക് 60% വെള്ളം വേണമെങ്കിൽ ചൂടുകാലത്ത് നമ്മുടെ ശരീരം അത്രയും വെള്ളത്തിന് ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ വെള്ളം നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് പല പ്രയാസങ്ങൾ ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഭൂമിയിലുള്ള സഹജീവികളെ നമ്മളല്ലാതെ വേറെ ആരാ പരിഹരിക്കുക അല്ലേ? അവർക്ക് ദാഹിക്കൂലേ, അവർക്കും വിശക്കൂലേ, അവർക്കും നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കൊടുക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാർ കാണിച്ചു തന്ന ചര്യ അതാണ് അല്ലെ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ നാമം കിട്ടിയത് എന്താണെന്നറിയോ? ഒരു പൂച്ചയെ കൃത്യമായിട്ട് സംരക്ഷിച്ച് പോറ്റി വളർത്തിക്കൊണ്ടാണ് ആ മഹാൻ അവർക്ക് ആ പേര് ലഭിച്ചത് അല്ലെ. റിഫായി ഷേഖ് നായയെ അസുഖം ബാധിച്ച് ചൊറി പിടിച്ച നായയെ കൃത്യമായിട്ട് കെയർ ചെയ്തു. അതുപോലെ ഈ ചൂട് കാലത്ത് അവർക്ക് എന്ത് ആശ്രയാണ്? വെള്ളം ആശ്രയാണ്. നമുക്ക് ദാഹിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് പറയാം, പറഞ്ഞൂടെ അല്ലെ? നായകൾക്ക് അല്ലെങ്കിൽ ജീവികൾക്ക് എന്ത് ചെയ്യണം? വെള്ളം അന്വേഷിച്ചു പോകണം, എവിടെയാണ് ഉള്ളത് അന്വേഷിച്ചു പോകണം അല്ലെ. ആ അന്വേഷിക്കുന്ന സമയത്ത് വെള്ളം കിട്ടിയില്ലെങ്കിലോ അവർക്ക് ആശ്രയമാണ് നമ്മുടെ ഒരു തണ്ണീർ കുടം മദ്രസയിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ വീടുകളില് എവിടെയാണോ പക്ഷികൾ വരുന്നത്, മറ്റു ജീവികൾ വരുന്നത്, അവർക്ക് വെള്ളം കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് വെള്ളം ഒരുക്കി കൊടുക്കണം. കുറച്ച് പൊക്കത്തിലുണ്ടെങ്കിലാണ് എല്ലാ പക്ഷികളും വരിക. ഈ വെള്ളം ഒഴിക്കുന്ന കാരണം അല്ലാഹു തആല എല്ലാവരും ചൂടുകാലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇഴജന്തുക്കളെ. ഇഴജന്തുക്കൾ പുറത്തു ചാടുന്ന സമയമാണ് ഈ വലിയ ചൂടുള്ള സമയം. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ബെഡ്ഷീറ്റ് 3 പ്രാവശ്യം കുടയണമെന്ന്. അതുപോലെ ചപ്പിലുകളും മറ്റൊക്കെ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇഴജന്തുക്കൾ ഉണ്ടായേക്കാം. വളരെ ചൂടുള്ള സമയമാണ്. നമ്മൾ വെക്കുന്ന വെള്ളത്തിലെ പാത്രത്തിൽ നിന്ന് ഒരുപക്ഷെ അവരും വെള്ളത്തെ ആശ്രയിച്ചിരിക്കാം. മനസ്സിലായോ? അതിന്റെ പ്രതിഫലം ആർക്ക് കിട്ടും? നമുക്ക് എല്ലാവരും അവരവരുടെ വീടുകളിൽ ഇതേപോലെ പറവകളുടെ രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കി നിങ്ങളുടെ വീടുകളിൽ വെക്കുന്നതിന്റെ വീഡിയോവും ഫോട്ടോകളൊക്കെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.